പാകിസ്ഥാനൊപ്പമെന്ന് ആവർത്തിച്ച് തുർക്കി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ പാകിസ്ഥാനൊപ്പമെന്നും പാകിസ്ഥാനെതിരെയുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരത്തെയും തുർക്കി അപലപിച്ചതാണെന്നും പ്രസിഡന്റ് എർദോഗാൻ വ്യക്തമാക്കി. സിന്ധു നദീജല തർക്കമടക്കം വെടിനിർത്തലിനിടെ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും തുർക്കി മുന്നോട്ട് വയ്ക്കുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ തുർക്കി ഡ്രോണുകളുമുണ്ടെന്ന് നേരത്തെ ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണം ഏറ്റവും ശക്തമായ മെയ് 8-ന് മാത്രം 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയെന്ന് ഇന്ത്യൻ സേന സ്ഥിരീകരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുർക്കി സായുധ സേനയ്ക്കായി അസിസ്ഗാർഡ് എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകൾ ഇവയിൽ ഉൾപ്പെടും. തുർക്കി സായുധ സേന 2020 മുതൽ ഉപയോഗിക്കുന്ന സോങ്കർ അവരുടെ ആദ്യ ആംഡ് ഡ്രോൺ സംവിധാനം കൂടിയാണ്. ആഭ്യന്തരാവശ്യത്തിന് പുറമെ യുദ്ധമേഖലകളിലും തുർക്കിയുടെ സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചത്. വീണ്ടും പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ സൈനിക നടപടികളെ മുൻപ് അപലപിച്ചതാണെന്നും വെടിനിർത്തൽ ചർച്ചകളിൽ ഇന്ത്യ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ കൂടി ഉൾപ്പെടുത്തണമെന്നും ടർക്കിഷ് പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.